ആ അതാ ഭീകര. നാളെ എടുത്ത് യൂട്യൂബിലിടാം. ഞാൻ പോവാം നാളെ ട്ടായി. ഇപ്പോൾ കണ്ട സ്ഥലമാണ് നമ്മുടെ വർക്കിങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് വണ്ടി പിടിച്ച് നേരെ പോവുകയാണ്. നമ്മുടെ കമ്പനി ബസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നമുക്ക് ഷാർജ എയർപോർട്ടിൽ നിന്ന്, ഞാൻ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യണത്, അവിടെ നിന്ന് നമുക്ക് ഷാർജ മെയിൻ റോളാന്ന് പറഞ്ഞ സിറ്റി ഉണ്ട്, അവിടെ വന്നാലാണ് ബസ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം എടുക്കും തോറും നമുക്ക് സന്തോഷം കൂടിയിട്ട് ഇരിക്കാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനാണ്. എക്സൈറ്റ്മെൻറ്റും വീട്ടുകാരുടെ അടുത്ത് പറയാണ്ടല്ലോ ചെല്ലണേ. അപ്പം വീട്ടുകാരെ പറ്റിക്കാനുള്ള ഓരോരോ ഇതും എന്താവും എന്നെങ്ങനെ ആവും എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരിതും ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. ആ കൂടെ നമ്മുടെ 2 ഫ്രണ്ട്സിൻ്റെ അടുത്തും 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്തും മാത്രമേ അറിയുള്ളൂ, വേറൊരു മനുഷ്യനെ അറിയത്തില്ല നമ്മൾ വന്നാരും. അങ്ങനെ സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗായ്സ്, ഇതാണ് നമ്മുടെ ദുബായ് എയർപോർട്ട് ടെർമിനൽ 3. നമ്മൾ ടെർമിനൽ 3യുടെ അവിടെ നിന്നാണ് കയറിയത്. അടിപൊളിയായിരുന്നു എയർപോർട്ട്, ഭയങ്കര രസമായിരുന്നു. ഞാൻ കാര്യം ഷാർജ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യണമെങ്കിലും ടിക്കറ്റിൻ്റെ റേറ്റ് ഓഫർ കുറഞ്ഞുകൊണ്ട് ഞാൻ ദുബായ് എയർപോർട്ട് ചൂസ് ചെയ്തത്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള കാഴ്ചകൾ നിങ്ങളത് കണ്ടു നോക്ക്. ഓ മാൻ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കളക്ഷൻ തരണം. ദുബായ് എയർപോർട്ടിലാണ് ഗൈസ്. എൻ്റെ പൊന്നോ, കിടിലുണ്ടാണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. സ്മിർനോഫ്, വോഡ്ക, എൻ്റെ അല്ലോ, ഇതെന്തത് സ്വർഗത്തിലാ. അല്ലോ എൻ്റെ അമ്മോ, കുപ്പി ഇരിക്കണ കണ്ടേ തന്നെ കുപ്പി മേടിച്ച് അടിക്കാൻ തോന്നില്ല, അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഈ കുപ്പി ഇരിക്കണേ. എൻ്റെ അമ്മോ, അബ്സല്യൂട്ട് എൻ്റെ സ്വർഗത്തിൻ്റെ ഇടയിലാണ്. അയ്യോ, ഒരു മലയാളിക്ക് ഇതിൽ പരം എന്തൊരു സന്തോഷം വേണം. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല ഗൈസ്. എൻ്റെ പൊന്നു, എനിക്ക് എവിടെയാണ് സൂം ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങളെ കാണിച്ചു തരേണ്ടതെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ കൂടിയ സാധനം കേട്ടോ, 393. എന്തായാലും 400 ദിർഹംസ് വരുമ്പോൾ ഏകദേശം ഒരു 10,000-15,000 അടുത്ത് വരും. കണ്ടില്ലേ, ഒരു രക്ഷയില്ല. അയ്യോ, ഞാൻ ആദ്യമായിട്ട് ഇത്രയും സാധനം അടുപ്പിച്ചുകൊണ്ട് നാട്ടിലൊരു തവണ കണ്ട് വീട്ടിൽ ഇത്ര കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കളക്ഷൻ റോയൽ സാധനമൊക്കെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അമ്പോ, ഒരു രക്ഷയില്ല. എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണം, ഇത് മൊത്തം കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ കൊണ്ടുവരാൻ പറ്റില്ല. നമുക്ക് ചെറിയ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ചെറിയ പ്രൈസിൽ തൊട്ട് 122, 65, 94 തൊട്ട് 300, അത് കൂടുതൽ 700 ഇല്ലല്ലോ. അമ്മോ, 722, ഏകദേശം 22,000 രൂപയോളം അപ്രോക്സിമേറ്റ് വരും ഈ ഒരു ബോട്ടിൽ. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലാട്ടോ. ഇത് സ്കള്ളിൻ്റെ സാധനത്തിൽ ഈ സാധനം കൊള്ളാട്ടോ, ഇത് കുഴപ്പമില്ല. തീപ്പൊരു സാധനം, ക്രിസ്റ്റൽ ഹെഡ് 207. എന്താ പറഞ്ഞാൽ ക്രിസ്റ്റൽ പോലെ തന്നെയാണ് വില. പക്ഷേ ആ പ്രൈസിൻ്റെ നമുക്ക് 3-4 ബോട്ടിൽ വേറെ മേടിക്കാം, കുഴപ്പമില്ലാത്ത ചെറുതരം. ഇതൊക്കെ ഉണ്ടല്ലേ 99. അപ്പോൾ ഇതുപോലെ ഒരു 3-4 മേടിക്കുകയാണെങ്കിൽ 3 മേടിക്കാം. 3 നമുക്ക് മാക്സിമം കൊണ്ടുവന്നു 3 ലിറ്റർ 2 ലിറ്റർ അങ്ങോട്ട്. അപ്പോൾ കുഴപ്പമില്ല, ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒരു റൗണ്ട് കൂട്ടാം. അങ്ങനെ ഡ്യൂട്ടി ഫ്രീയുടെ അവിടെ നിന്ന് 2 ബോംബെ സഫയർ എടുത്ത് അപ്പുറം സൈഡിൽ പോയിട്ട് ഒരു സ്റ്റാർബക്സും കുടിച്ച് നൈസായിട്ട് നമ്മളിങ്ങ് പോരുകയാണ്. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എയർപോർട്ടിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള പരിപാടി തുടങ്ങുകയാണ്. ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഒമാൻ എയറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ദുബായ് ടു ഒമാൻ, ഒമാൻ ടു കൊച്ചി, അങ്ങനത്തെ പരിപാടി സ്കീമിലാണ് നമ്മളാണ്. കണക്ഷൻ ഫ്ലൈറ്റ് ലെയറാണ് പിടിച്ചേക്കണേ. കാര്യം ചടപ്പ് പരിപാടിയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് റേറ്റ് കുറഞ്ഞത് ഒരെണ്ണം കിട്ടിയത് ഇതാണ്. പിന്നെ ഇതിനകത്ത് ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. ലഗേജ് 30 കിലോസ് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ലാഭമാണ്. നാട്ടിൽ പോകാൻ നോക്കുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. ഒരു 550 അടുത്ത ടിക്കറ്റ് റേറ്റ് ആയത്. പിന്നെ ആ സമയത്ത് ഏറ്റവും കുറഞ്ഞ് കിട്ടിയത് ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ 550 എടുത്തത്. അതിൽ കുറഞ്ഞത് ഉണ്ടെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഒമാൻ എയറിൽ ട്രാവൽ എക്സ്പീരിയൻസ് അത്ര വലിയ വൈബൊന്നും അല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നമുക്ക് പോയിട്ട് വരാം. പിന്നെ ലഗേജ് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. 30-ൽ 35 ഒക്കെ ആണെങ്കിലും വലിയ ചെക്കിങ് 34 ഒക്കെ കൊണ്ടുവന്നവരും ഉണ്ട്. അപ്പോൾ വലിയ ചെക്കിങ്ങിനൊന്നും അത്ര വലിയ സീനൊന്നും ഇല്ല ലഗേജിൻ്റെ കാര്യത്തിൽ. ഹാൻഡിലും ലഗേജും ഒക്കെ ആയിട്ട് അത്യാവശ്യം നമുക്ക് കൊണ്ടുപോകാം. ഒരു കുഴപ്പമില്ലാത്ത റേഷ്യോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. 30 ഇത്തിരി കൂടിയാലും വലിയ ചെക്കിങ് ഒന്നുമില്ല. പിന്നെ അവർ ഫുഡ് തന്നത് വലിയ കാര്യമായിട്ടുള്ള ഫുഡൊന്നുമില്ല. ഒരു ചെറിയ ബർഗർ ബണ്ണ് പോലെ സാധനത്തിനുള്ളിൽ ചീസൊക്കെ വരും മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട്, അങ്ങനത്തെ ഒരു സംഭവമാണ് നമുക്ക് ഫുഡ് തന്നത്. പിന്നെ അതിനകത്ത് വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് സ്ക്രീനിൽ മൂവീസൊക്കെ ഉണ്ട്. 3-4 മൂവീസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കുന്ന ഈ ഫ്ലൈറ്റ് ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ആ മൂവീസ് കണ്ടുകൊണ്ടിരിക്കാം. ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. അതല്ല നമ്മുടെ ഫോണിലാണെങ്കിൽ നമുക്ക് അത് നമ്മൾ നോർമലി ചെയ്യണ പരിപാടിയല്ലോ, അങ്ങനെയും ചെയ്യാം. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഒമാനിൽ വന്നിറങ്ങി 2 മണിക്കൂർ അവിടെ പോസ്റ്റായിരുന്നു. ആ സമയത്ത് വൈഫൈ ഉണ്ടായിരുന്നു, എയർപോർട്ട് വൈഫൈ. അതും
വൈഫൈ കണക്ട് ചെയ്യാൻ അവിടുത്തെ നമ്പർ വഴി രജിസ്റ്റർ ചെയ്ത് ലോഗിൻ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വൈഫൈ കിട്ടുകയും ചെയ്യും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ കൊച്ചി എത്തണ സമയമാണ് ഏറ്റവും വലിയ വൈബ്, സന്തോഷത്തിൻ്റെ സമയം. ലഗേജിൻ്റെ കാര്യത്തിൽ ഒമാനെയറും എല്ലാം എണ്ണം കണക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റത്തെ ഒരു ഇതിൽ അവർ കുഴപ്പമില്ലാണ്ടൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നു. പിന്നെ ഒന്ന് അട്ടി കഴിഞ്ഞിട്ട് അട്ടി വെച്ച് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ എയറാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് റാപ്പ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങളുടെ പിന്നെ ട്രോളിയും പെട്ടിയൊക്കെ ഭംഗിയായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്ക്രാച്ചൊക്കെ വീണ് തവിട്ടുപൊടിയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്രയും സാധനങ്ങൾ ലോഡ് ചെയ്ത് ഇറക്കി കഴിക്കണം. അപ്പം ഇങ്ങനെ മര്യാദയൊക്കെ നോക്കി ഇറക്കിക്കൊണ്ടിരുന്ന പണി നടക്കില്ല. സൂപ്പർവൈസറും എല്ലാം വന്ന് തെറിയും പറയും. അവരെ കുറ്റം പറയാനും പറ്റില്ല. പക്ഷെ മറ്റേതോ എയർപോർട്ടിലെങ്ങാണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് ഇറക്കുന്ന ഇതിൻ്റെ വീഡിയോസൊക്കെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിൻഡോ സീറ്റല്ല കിട്ടിയത്. പക്ഷെ തൊട്ടടുത്തിരുന്ന ഒരു ഫിലിപ്പൈൻ പയ്യനെ കൊണ്ടാണോ ഫിലിപ്പൈനാണോ നേപ്പാളാണോ എന്നറിയില്ല, അവിടെ അടുത്തുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ക്യാമറ കൊടുത്ത് നൈസായിട്ട് വിൻഡോ സീറ്റിൽ നിന്ന് വീഡിയോ എടുപ്പിച്ചു. അങ്ങനെ നൈസായിട്ട് മേഘങ്ങളുടെ ഇടയ്ക്ക് ക്രൂസ് ചെയ്ത് പോകുന്ന നമ്മുടെ ഒരു വ്യൂ നമ്മൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കുഴപ്പമില്ലാത്തൊരു വ്യൂ ആയിരുന്നു. നാടെത്താറായപ്പോൾ വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ പുഴയൊക്കെ കലങ്ങി ഇറച്ചി കിടക്കണായിട്ട് നമുക്ക് കാണാൻ പറ്റി. പച്ചപ്പ് വന്നപ്പോൾ തന്നെ മനസ്സങ്ങോട്ട് കുളിർന്നു. എന്താ പറയുക, 1.5 വർഷം അടിച്ച വലിയ ഡീലൊന്നും അല്ല, എന്നാലും ഭയങ്കര സംഭവമായിരുന്നു. അങ്ങനെ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി. നമ്മുടെ കൂട്ടുകാരന്മാർ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ അവരുടെ ഒപ്പമുള്ള കറക്കവും പരിപാടിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കിടന്ന കുറേ വൈകി വീട്ടിൽ കയറിയത്. എന്നിട്ട് ഫുള്ള് മൊത്തം കറക്കമൊക്കെ ആയിരുന്നു മൊത്തം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയി കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. കാരണം അവിടെ അവൻ്റെ വീട്ടിലായിട്ട് എൻ്റെ വീട്ടിലായിട്ട് പോയിട്ടില്ല. കാരണം നാളെ ചെന്നിട്ട് വല്ലതും പറ്റിക്കാന്നുള്ള വൈബിലാണ് ഇരിക്കണേ, പിറ്റേ ദിവസം ചെന്നിട്ട്. അപ്പം ഫസ്റ്റത്തെ ദിവസം ആരുടെ അടുത്തും അറിയാണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് എനിക്ക് എൻ്റെ വീട് കീഴുള്ള മണ്ണൂരാണ്. അപ്പോൾ ആ റൂട്ടാണ്, മൂവാറ്റുപുഴ റൂട്ടാണ്. അപ്പോൾ ആ വഴി വന്നിട്ട് വണ്ടിയുടെ ഉള്ളിൽ തലയും പൊത്തി വെച്ചുകൊണ്ടാണ് വന്നത്, ആരും കാണാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ ദിവസം കൂട്ടുകാരൻ്റെ വീട്ടിൽ കിടന്നുറങ്ങും. എന്നിട്ട് നാളെ രാവിലെ നൈസായിട്ട് വീട്ടുകാരുടെ അടുത്ത് പോയി സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പം ബാക്കി കാഴ്ചകൾ രാവിലെ. അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റില്ല, ഞാൻ വൈകിപ്പോയി എഴുന്നേറ്റത്. അപ്പോഴത്തേക്ക് നമ്മുടെ അലൻ കൂട്ടുകാരൻ പോയിട്ട് നമ്മൾ 1 വർഷം മുന്നേ നമ്മുടെ ചാനലിലൊരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു വാഹക്കുട്ടൻ്റെ. അവനിപ്പോൾ വലുതായി നല്ല കളറൊക്കെ കയറി അടിപൊളിയായിട്ടുണ്ട്. അവൻ്റെ ഒരു നൈസ് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ച് സെറ്റായിട്ട് നേരെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. വൈകുന്നേരം ആയിട്ട് പോകാൻ എന്നാണ് കരുതിയിരിക്കുക. കാരണം അനിയനെയൊക്കെ വിളിച്ച് വീട്ടിലോട്ട് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ അച്ഛൻ വൈകിയാണ് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സ്കീമുള്ളതുകൊണ്ട് പയ്യെ അങ്ങോട്ട് ചെല്ലാന്ന് കരുതിയിരിക്കുകയാണ്. നമ്മൾ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇന്നലെ വന്ന് ചാടി ഇത് കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇന്ന് കിടക്കുമായിരുന്നു. നൈസായിട്ട് വീട്ടിലോട്ട് പോകണേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ ചെന്ന് നൈസായിട്ടൊരു സർപ്രൈസ് കൊടുത്ത്. അപ്പോൾ അമ്മ മാത്രമേ അവിടെ ഉള്ളൂ, നമുക്ക് എല്ലാവരും കൂടെ പറ്റിയാൽ മതി. കാരണം വെതർ ഇപ്പം ഇത്തിരി ഷോക്കായിട്ടിരിക്കുക, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നൈസായിട്ട് ഉള്ള സമയം കൊണ്ട് ആളെ പറ്റിക്കാനുള്ള മറ്റ് ഞങ്ങൾ രൂപ വ്യത്യാസമൊക്കെ വരുത്തിപ്പോയി നൈസായിട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം, അവിടെ ചെന്നിട്ട് കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എനിക്കധികം ആക്ട് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല, എനിക്ക് ചിരി വരും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെന്താവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ ഒരു കൊരിയർ കിട്ടുന്നുണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് വരാമെന്നാണ്. പറപ്പള്ളി പിയും അത് തന്നെയല്ലേ ഫ്ലൈറ്റ് അടിച്ചു വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൊളായി ഇത്രയും സജ്ജീകരണം ചെയ്ത് എല്ലാം റെഡി ആക്കി കൊണ്ടുവന്നു. ഈ പണ്ടരപ്പം തന്നെ കണ്ടുപിടിച്ചു പറപ്പള്ളി സുകുമാരൻ. ഇത് എന്റെ അന്വേഷണത്തിന്റെ കൂട്ടുകാരന്റെ ചുമ്മാ രസം. എല്ലാം കൊളായി ഈ സാധനം മെനിട്ട് സാധനം എല്ലാം കണ്ടുപിടിച്ച്. ഞാൻ കണ്ടിട്ട് നോക്കാണ്ട് മാക്സിമം ഇങ്ങനെ പിടിച്ചോണ്ട് ഹാപ്പി ഹാപ്പി. പറയണ്ടായിരുന്നു അത്യാവശ്യം എപ്പോഴാണ് കേറി അത്തേക്ക്
എത്തിക്കോട്ടെ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനകത്തൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ തൊട്ടിരുന്ന് പ്ലാൻ ചെയ്തോണ്ടിരുന്ന എല്ലാം ഒറ്റയടിക്ക് അവളൊരുത്തിയാണ് മെയിൻ കാരണം. അവളോട് ഞാൻ പറഞ്ഞാണ് മര്യാദയ്ക്ക്. അപ്പൊ അവള് പറഞ്ഞു ഇല്ല വലിയ സമ്മാനം വരുന്നുണ്ട്, ഭയങ്കര വലുതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി സസ്പെൻസ് പൊളിച്ചു. ചിഞ്ചില് നല്ല തിരുവന്നിട്ടിരിക്കും. ഞാൻ പെട്ടുപോയില്ലേ. ഞാനാണെങ്കിൽ നൈസ് അവിടെ പോയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചു വരാം. അപ്പൊ ശരിക്കും ഡെലിവറി ബോയ് വേണ്ടാലത്ത് വൈബിലൊക്കെ വരുന്നത്. പിന്നെ അങ്ങോട്ട് പോയപ്പോ എല്ലാം അവളാണ് മെയിൻ കാരണം. അവളെ ഈ മറ്റേ ഈ ഡെലിവറി വലിയ സാധനം വരുന്നൊക്കെ പറഞ്ഞു ഓൾറെഡി ഇങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞത്. പക്ഷെ ഈ സാധനം വലിച്ചിട്ട് വെറുതെ മനസ്സിലാവും. അവളെ കാണട്ടെ, അവളെ തലയടിച്ചു കൊടുക്കണം. പർപ്പിളി സുമാറിന്റെ വീടൊക്കെ കണ്ണ് കണ്ടോട്ടോ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഡെലിവറി തീർന്നു. ഞാനെനിക്ക് നൈസായിട്ട് എനിക്ക് മോൻ കണ്ടപ്പോ അപ്പൊ തന്നെ കണ്ടിട്ടോ ഡെലിവറി പ്രൊഡക്റ്റ് അച്ഛൻ വരുമ്പോ നീ ഡോർ തുറന്ന നീ എന്നെ എടുത്തിട്ട് ഡോറ് നീ തുറക്ക, ഫോൺ പിടിച്ചോണ്ട് വൈകിട്ട് എടുത്താൽ മതി. തുറക്കുമ്പോ തന്നെ ഇപ്പഴ മനസ്സിലായ എടി പെണ്ണ. അയ്യോ ഇപ്പഴാണ് മനസ്സിലായ. മണം പിടിച്ചിപ്പ മേത്തിട്ട് കയറും. നഹമുണ്ട് നഹമുണ്ട്. മതി മതി മതി. കടിക്കില്ലേ 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 പിടിക്കല്ലേ. അയ്യോ എന്നാ ചെയ്യണ്ട എനിക്ക്. മൂത്രം വെച്ചോ. മെത്ത കയറരുത്, മെത്ത കയറരുത്. ഓ വൃത്തി മേലെയുള്ള ആളായോണ്ട് നെട്ടൊന്നുമില്ലല്ലോ. എടി സുഖാണോ അടി പെണ്ണേ? ഇത് നീ എന്നാ കരുത്തെ മറ്റേ മതിയായ സബ്മറീനാ തിരിച്ചിരിച്ചു വരണ്ടേ? ഇത് എന്തൊരു നീളാന്ന് വെച്ചാ മാങ്ങാത്തൊടി. എൻ്റെ അമ്മേ, ഞാൻ പോയപ്പോ ഇത്ര ഉണ്ടായിരുന്നില്ലടാ. നീ തലയുടെ കൊണ്ട് വിട്ടടിച്ച് ഫ്ലാഷിന്റെ റിഫ്ലക്ഷൻ അനിയനെ കണ്ടു കൊടുക്കണം, അവൻ ചാവും. ചേട്ടാ ഇത്രയും ഒരു തട്ടേ കെട്ടായോ? അല്ല എടാ നിനക്ക് ലക്കുണ്ട് കേട്ടോ രജിസ്റ്റർ. കെട്ടിക്കോ കെട്ടിക്കോ. ആ മഞ്ഞിലല്ല മഞ്ഞക്കോരിയാ. ഒരിടാണോ? കൈ എങ്ങാനും കേറിയാ എനിക്ക് ഇതിന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പാതിരാത്രി തന്നെ സാധനത്തിനെ പിടിച്ച് നമ്മുടെ കൂട്ടുകാരന് കൊടുത്തു വിട്ടിട്ട് പിന്നെ അധികം നേരം ഒന്നും നിന്നിട്ടൊന്നും കിട്ടിയൊന്നുമില്ല. ടൈം ലേറ്റായി. അവൻ നേരെ ഞങ്ങൾ പോന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അടുത്ത പറ്റിക്കൽ സ്ഥലത്തേട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ചവറോ എല്ലായിടത്തും വെച്ചാ എല്ലാവർക്കും അച്ഛനെ പറ്റിച്ച വീഡിയോ മാത്രം മര്യാദയ്ക്ക് കിട്ടിയില്ല. പിന്നെ അന്ന് നൈറ്റ് കറണ്ട് പോയേക്കുമായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്ത് നല്ല സെറ്റപ്പാക്കി ഹാപ്പി ആക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ലോക്കൽ കറക്കങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാണ്ടിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായി. എല്ലാവരും ഹാപ്പി ആക്കാൻ പറ്റി. പിന്നെ
എന്താ വീട് കാണൽ ചടങ്ങെന്ന് പറഞ്ഞൊരു കലാപരിപാടി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, എല്ലാവരുടെ അടുത്ത് എടുക്കാൻ പോയി അങ്ങനെയുള്ള സ്കീം. അങ്ങനെ നമുക്കാണെങ്കിൽ പാണ്ഡവരും കൗരവരും പോലെ ഇഷ്ടം പോലെ ലിസ്റ്റ് കണക്കിന് ബന്ധുക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തേക്കും കയറാൻ വേണ്ടി ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്കുള്ള പോക്കും പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞങ്ങളങ്ങനെ കറക്കമൊക്കെ ആയിട്ട് കിടക്കുന്നു. ഇനി ബാലൻസ് വീഡിയോസ് അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നതാണ്. ഇത് ഞാൻ അത്ര വലിയ ഇതാക്കിയില്ല കേട്ടോ. ഇത് ജസ്റ്റ് എന്താ നോർമൽ ഫാമിലി വ്ളോഗ് ചെയ്യണ പോലെയൊക്കെയാണ് ചെയ്തു വെച്ചേക്കണേ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, ബൈ.